രാഷ്ട്രീയ മാറ്റത്തിന്റെ കാറ്റ്. കേരള രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതമായ ഒരു ഭരണമാറ്റത്തിന്റെ സൂചനകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. LDF 41 സീറ്റുകളിലേക്ക് ചുരുങ്ങുകയും UDF 96 സീറ്റുകളുമായി അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉടലെടുത്താൽ അത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ അട്ടിമറികളിൽ ഒന്നായി മാറും. ജനവിധി എങ്ങനെ മാറിമറിയുന്നു എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമായിരിക്കും ഇത്. ഭരണവിരുദ്ധ വികാരം തുടർച്ചയായ രണ്ടാം ഭരണത്തിന്റെ അവസാനത്തിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരം ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട്. വിലക്കയറ്റം, നികുതി വർധനവ്, ജനജീവിതത്തെ ബാധിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ എന്നിവ സാധാരണക്കാരെ സർക്കാരിൽ നിന്ന് അകറ്റിയിരിക്കാം. ഈ ജനരോഷം വോട്ടായി മാറിയതാണ് UDFന്റെ വലിയ മുന്നേറ്റത്തിന് പിന്നിലെ പ്രധാന കരുത്ത്. വിവാദങ്ങളും ആരോപണങ്ങളും, സർക്കാരിനെ വേട്ടയാടിയ രാഷ്ട്രീയ വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളും നിഷ്പക്ഷ വോട്ടർമാരുടെ ചിന്താഗതിയെ സ്വാധീനിച്ചിട്ടുണ്ട്. അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങളും ചർച്ചയായ വിവാദങ്ങളും സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. കൃത്യമായ പ്ലാനിങ്ങിലൂടെ പ്രതിപക്ഷം ഈ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചതും LDFന്റെ അടിത്തറയിളക്കാൻ കാരണമായി. യുവജനങ്ങളുടെയും സംഘടനകളുടെയും നിലപാട്, തൊഴിലില്ലായ്മയും PSC നിയമനങ്ങളിലെ മെല്ലെപ്പോക്കും യുവാക്കൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇതിനൊപ്പം വിവിധ സാമുദായിക സാമൂഹിക സംഘടനകളുടെ നിലപാടുകളും വോട്ട് വിഹിതത്തിൽ നിർണായകമായി. ഈ വിഭാഗങ്ങളുടെ പിന്തുണ UDFലേക്ക് കേന്ദ്രീകരിച്ചത് 96 എന്ന വലിയ സീറ്റ് നിലയിലേക്ക് അവരെ എത്തിക്കാൻ സാധിച്ചു. പുതിയ രാഷ്ട്രീയ ചിത്രം 3 സീറ്റുകളുമായി NDA സാന്നിധ്യം അറിയിക്കുന്നതും ഈ മാറ്റത്തിന്റെ ഭാഗമാണ്. വോട്ട് വിഹിതത്തിലുണ്ടായ ചെറിയ മാറ്റങ്ങൾ പോലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച തിരഞ്ഞെടുപ്പാണിത്. LDFന്റെ പതനവും UDFന്റെ ശക്തമായ തിരിച്ചുവരവും കേരളം വരാനിരിക്കുന്ന പുതിയ രാഷ്ട്രീയ മാറ്റങ്ങളെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിന്റെ തെളിവാണ്.